നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ 12 ഈന്തപ്പഴം അതിന്റെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തിളച്ച പാലൊഴിച്ച് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ അരച്ചെടുക്കാം. 3 ചെറുപഴം ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ടുള്ള ഈ ചെറുപഴത്തിലേക്ക് അധികം പുളിയില്ലാത്ത 1/4 കപ്പ് അളവിൽ കട്ട തൈര്, 1/4 കപ്പ് കുക്കിംഗ് ഓയിൽ, ഇതിന് പകരം നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിന്റെ മിക്സ് മുഴുവനായി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 350 ml ഒരു കപ്പിന്റെ അളവിൽ ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, അല്പം ബേക്കിംഗ് സോഡ, മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് 1-2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേയിലേക്ക് മാറ്റാം. ചെറിയ ബൗളിലോ അല്ലെങ്കിൽ ട്രേയിലോ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറോ ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ 35 to 40 മിനിറ്റ് വരെയും വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടി കപ്പ് കേക്ക് റെഡി.